ഹലോ കൂട്ടുകാരെ, ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ vlookup ഉപയോഗിച്ച് ഒരു ഡാറ്റയെ ഡിസ്പ്ലേ ചെയ്യുന്നത് പോലെ നമുക്കൊരു ഇമേജിനെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ യൂട്യൂബ് ഓഡിയൻസായ റഷീദ് പിയുടെ ഒരു സംശയത്തിന് മറുപടി കൂടിയാണ് ഈ വീഡിയോ. vlookup ഉപയോഗിച്ച് നെയിം സെലക്ട് ചെയ്യുമ്പോൾ ഇമേജ് ഡിസ്പ്ലേ ചെയ്യുമോ, അത് എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമോ? അപ്പോൾ നമ്മൾ ഇതിനുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് എക്സൽ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ആൾറെഡി ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, മോഹൻ ജിജോ എന്ന് സെലക്ട് ചെയ്താൽ ജിജോയുടെ ഇമേജ് ഇവിടെ ഡിസ്പ്ലേ ആവും. ഓക്കെ, ഒരു സിമ്പിൾ ട്രിക്കാണ്. ഇവിടെ ഒരു ഇൻഡെക്സ് ഫോർമുലയാണ് മാത്രമാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതുപോലെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒരു സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ട സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഡാറ്റ വാലിഡേഷൻ, നമ്മൾ ഇവിടെ ലിസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ സോഴ്സ് ഏരിയയിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ട വാല്യൂ സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്കിതുപോലെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കിട്ടും. നമ്മളിതിനെ ജസ്റ്റ് ഒന്ന് ബോൾഡ് സെൻറ്റർ അലൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിതുപോലെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് അവൈലബിൾ ആണ്. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഒരു ഫോർമുല അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈക്വൽ ടു ഇൻഡെക്സ് ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഇൻഡെക്സ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഏത് അറയിൽ നിന്നാണ് നമുക്ക് ഈ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളവിടെ അറേ ടേബിൾ സെൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇമേജ് ഡിസ്പ്ലേ ചെയ്യേണ്ട സെല്ല് സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഒരു കോമ പ്രസ് ചെയ്താൽ അടുത്ത് നമുക്ക് മാച്ച് ഏരിയ സെലക്ട് ചെയ്യാം. അതിനുവേണ്ടി മാച്ച് ഫങ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് കീബോർഡിൽ മാച്ച് പ്രസ് ചെയ്താൽ മാച്ച് ഫങ്ഷൻ ഡിസ്പ്ലേ ആവും. അതിനുശേഷം നമ്മൾ ലുക്കപ്പ് വാല്യൂ, അപ്പോൾ നമ്മൾ ഏത് വാല്യൂവിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇവിടെ ഇമേജ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ മോഹൻ, നമ്മളതുപോലെ ഡാറ്റ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ സെല്ലാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഒരു കോമ പ്രസ് ചെയ്താൽ ലുക്കപ്പ് അറേ, അപ്പോൾ ഏത് ഏരിയയിൽ നിന്നാണ് ഈ ക്രൈറ്റീരിയയെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ നെയിം റേഞ്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം കോമ പ്രസ് ചെയ്ത് എക്സാക്റ്റ് മാച്ച് 0 പ്രസ് ചെയ്യുക. അതിനുശേഷം ഡബിൾ ബ്രാക്കറ്റ് ക്ലോസ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഏരിയയെ സെല്ലിനെ നമ്മൾ ലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് ചെയ്യേണ്ട ഏരിയ സെലക്ട് ചെയ്തതിനു ശേഷം F4 പ്രസ് ചെയ്താൽ മതി. എന്താണ് ലോക്കിംഗ് എന്ന് പറയുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡോളർ സൈൻ കാണാൻ കഴിയും. ഇത് ഈ സെല്ലിനെ ലോക്ക് ചെയ്യുന്നതായി നിങ്ങൾക്ക് കാണാം. കാരണം നമ്മൾ ഈ ഇൻഡെക്സ് ചെയ്യുമ്പോൾ ആ ഏരിയ എക്സലിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി സെൽ റേഞ്ച് മാറുന്നതായി കാണാം. പക്ഷെ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സെല്ല് ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സെല്ലെല്ലാം ലോക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്ത ഏരിയ കോപ്പി ചെയ്യാം. അതിനുശേഷം ഒരു നെയിം റേഞ്ച് ആഡ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഫോർമുലയിൽ ഒരു നെയിം റേഞ്ച് ആഡ് ചെയ്യാം. ന്യൂ നെയിം റേഞ്ച്. നമ്മളിപ്പോൾ ഇതിനെ ടെസ്റ്റ് 1 2 3 ടെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. നമ്മളിവിടെ റിഫർ ടു എന്നതിൽ നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്ത ഫോർമുല അപ്ലൈ ചെയ്യാം. പേസ്റ്റ്. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം.
ക്ലോസ്. അതിനുശേഷം നമ്മൾ ഇൻസേർട്ട് വിൻഡോയിൽ ഒരു ഒബ്ജക്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ബിറ്റ് മാപ്പ് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബിറ്റ് മാപ്പ് ഏരിയ ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതാക്കാം. അതിനുശേഷം ഈ ഏരിയ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈക്വൽ ടു ടെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. കാരണം നമ്മൾ നെയിം റേഞ്ച് ടെസ്റ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കാണാം ഇവിടെ മോഹൻ എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ മോഹൻ്റെ ഇമേജ് ഡിസ്പ്ലേ ചെയ്യുന്നു. അടുത്ത് നമ്മൾ ജിജോ സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കാണാം ഇവിടെ ജിജോ. സൂം ചെയ്യാം. ജിജോ നിങ്ങളുടെ സെയിം ഇമേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. അതുപോലെ ആൻഡ്രോസ് ഓക്കെ, ആൻഡ്രോസിൻ്റെ ഇമേജ് സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ വെരി സിമ്പിളായിട്ട് നമുക്കിതുപോലെ ഈ മാച്ച് ഇൻഡെക്സ് ആൻഡ് മാച്ച് ഫങ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറന്നു പോകരുത്, ഷെയർ ചെയ്യണം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.